ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ കംഫർട്ട് സോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. ജീവിതം ആരംഭിക്കുന്നത് കംഫർട്ട് സോണിൻ്റെ പുറത്താണ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ മാനസാന്തരത്തിന് മുമ്പ് തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന കാഴ്ചയായി കരുതിയത് കുഷ്ഠരോഗികളെ നോക്കുക എന്നായിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം യാത്രക്കിടെ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു കുഷ്ഠരോഗിയെ കാണുന്നു. തിരിഞ്ഞോടാൻ അതിയായ മനസ്സിലെ ഒരു വീർപ്പുമുട്ടൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. പക്ഷേ അത് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് സുവിശേഷത്തിലെ ഒരു വചനമായിരുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. മറ്റൊന്നും ഓർക്കാതെ അദ്ദേഹം ഓടിപ്പോയി ആ കുഷ്ഠരോഗിയെ അദ്ദേഹത്തിൻ്റെ മുറിവുകളിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഇത് കുഷ്ഠരോഗിയുടെ ജീവിതത്തിലും ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലും വലിയൊരു വഴിത്തിരിവായി. ഇതുവരെ ആരും സ്പർശിച്ചിട്ടില്ലാത്ത, എല്ലാവരും അവജ്ഞയോടെ മാത്രം കണ്ടിരുന്ന തന്നെ ഒരു മനുഷ്യൻ വന്ന് ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തത് കുഷ്ഠരോഗിയെ അത്ഭുതപ്പെടുത്തി. ഇതിന് പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈശോയുടെ സ്നേഹമാണെന്നാണ് ഫ്രാൻസിസ് മറുപടി പറഞ്ഞത്. എന്നാൽ തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ഈശോയെ ആലിംഗനം ചെയ്ത ഒരനുഭവമായിരുന്നു ഫ്രാൻസിസിനുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തിറങ്ങാനും അനുദിന ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ, പ്രയാസമുള്ള അനുഭവങ്ങളിൽ, വിഷമം തരുന്ന വ്യക്തികളിൽ ഈശോയെ കണ്ട് അവരെ ആലിംഗനം ചെയ്യാനും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം നമ്മെ അനുഗ്രഹിക്കട്ടെ.